കോട്ടണിൽ വന്നിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷൻ. ഇതിൻ്റെ ത്രെഡ് കൗണ്ട് പറയുകയാണെങ്കിൽ 60s by 60s ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ഫാബ്രിക്, അതായത് ക്യാമ്പ്രിക് കോട്ടൺ ആണ് കേട്ടോ. ഇതിനകത്തുള്ള എന്താ പറയുക, പ്രിന്റ് പോകുന്ന ഒരു പ്രോഷൻ ടെക്നിക്സ് വെച്ചിട്ടാണ്, പ്രോഷൻ പ്രിന്റിംഗ് എന്നാണ് അവർ പറയുന്നത്. ആ ഒരു ഫാബ്രിക് ആണ്, സ്ക്രീനിലുള്ളതല്ല. നല്ല ഭംഗിയുള്ള 4 കളേഴ്സ്, 4 പ്രിൻസ് ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ഒരു പിങ്ക് കളറിലേക്ക് പോകുന്നു. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഒരു പിങ്ക് ആണ്, ബേസ് കളർ. അതിനകത്തേക്കൊരു റെഡും അതുപോലെ ഒരു പിങ്കും കളറിലുള്ള പ്രിന്റുകൾ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിൽ വരുന്ന കോട്ടൺ ആണ്. ഇങ്ങനെയായിരിക്കും, അതായത് ഈ പ്യുവർ കോട്ടണൊക്കെ, ജയ്പൂർ കോട്ടൺ എല്ലാം തന്നെ ഇങ്ങനെ പ്ലാന്റ്സിൻ്റെ അധികം പ്രിന്റുകൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് കുറച്ചും കൂടി നമുക്ക് ബ്രൈറ്റ്നെസ് തോന്നിക്കുന്ന, അതുപോലെ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന വലിയ വലിയ പ്രിൻ്റായിട്ടുള്ള ഒരു ടെക്നിക്കിലാണ്, വലിയ പ്രിൻ്റായിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഇതിനകത്തുള്ള ഡിസൈൻസ് എല്ലാം തന്നെ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ക്രീം കളറിനകത്തേക്ക് പിങ്ക് കളറിലുള്ള ബൂട്ട പാറ്റേണിലുള്ള പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെ നെക്കിൻ്റെ പാർട്ടിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെടുത്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കണമെന്നൊന്നുമില്ല. നല്ല ഭാഗം വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ഈ ഓണത്തിനൊക്കെയുള്ള ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രീം ബേസിലുള്ള ഫാബ്രിക്, അതും കോട്ടണിലുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനും അതുപോലെ പിങ്കും കളറിലൊക്കെയുള്ള പ്രിൻ്റാണ് പോകുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ ആദ്യം കണ്ട ഒരു പിങ്ക് പോലെ കുറച്ച് വലിയ പ്രിൻ്റാണ്. പ്രിൻ്റൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, ഫാബ്രിക്കിൻ്റെ ഡിസൈൻ ചേഞ്ച് ആയിട്ടുണ്ട്. ക്രീമാണ് ബേസ് കളറ്. ഇത് ഞാൻ പറയുന്ന പോലെ നമുക്ക് ഈ ഓണത്തിനൊക്കെയുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യാം. ആക്ച്വലി ഇത് തിരിച്ച് വരേണ്ടതാണ്, ഞാൻ ഈ ഫോൾഡിങ്ങിൻ്റെ ഡിഫറൻസ് കൊണ്ട് താഴോട്ട് പോകുന്ന പോലെ തോന്നുന്നത്. ഒരു ട്രീയുടെ ഒരു പിക്ചറാണ് ഇതിനകത്ത് പ്രിൻ്റായിട്ട് പോയിട്ടുള്ളത്. 119 രൂപ പെർ മീറ്ററിലാണ് ഫാബ്രിക്കിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് നേവി ബ്ലൂവിനകത്തേക്ക് ഒരു പീച്ചിൻ്റെ ഡാർക്ക് ടോണിലുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ 2 നല്ല ഡാർക്ക് കളർ ഉണ്ടെന്ന്. അതിൽ ഒരെണ്ണം ആദ്യം കണ്ട പിങ്കും, പിന്നെ ഇതൊരു നേവി ബ്ലൂ ആണ്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് നേവി ബ്ലൂ കളറിൽ നല്ല ഭംഗിയുള്ള അങ്ങനെ വലിയ പ്രിൻ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിരുന്നത് പ്യുവർ കോട്ടണിൽ, അതായത് ക്യാമ്പ്രിക് കോട്ടണിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷൻ. 119 രൂപ പെർ മീറ്റർ, 44 ഇഞ്ച് വിഡ്ത്തിൽ ആ ഫാബ്രിക് വരുന്നത്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.